നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജൻസി കണ്ടൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ മാപ്പ് പറഞ്ഞ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനിയെ ഫോണിൽ വിളിച്ചാണ് മാപ്പ് പറഞ്ഞത്. വൈറ്റ് ഹൌസിൽ അമേരിക്കൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രിയെ വിളിച്ചത്. ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ചർച്ച അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന വാർത്ത കൂടി ഇപ്പോൾ പുറത്തുവരുന്നു. അല്പസമയത്തിനകം ഇരു നേതാക്കളും മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അൻവർ പാലേരി ദോഹയിൽ നിന്ന് ചേരുന്നു പുതിയ വിവരങ്ങളുമായി. അൻവർ, ഖത്തർ പ്രധാനമന്ത്രിയെ ബെഞ്ചമിൻ നെതന്യാഹു ഫോണിൽ വിളിച്ച് സംസാരിച്ചു, മാപ്പ് പറഞ്ഞു എന്ന വാർത്ത കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്നതാണ്. അതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് അത്തരത്തിലുള്ള ടെലിഫോൺ സംഭാഷണത്തിന് നെതന്യാഹു മുതിർന്നത് എന്നുകൂടി വ്യക്തമാവുന്നു. നേരത്തെയുള്ള ആക്രമണത്തിൽ മാപ്പ് ചോദിച്ചാണ് ആ കോൾ പോയത് എന്ന വിവരങ്ങൾ കൂടി വരുന്നു. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രജിൻ, തീർച്ചയായും നമുക്കറിയാം, കഴിഞ്ഞ സെപ്റ്റംബർ 9 ഗസ വിഷയത്തിൽ ഈജിപ്തും അമേരിക്കയുമായി ചേർന്ന് മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഖത്തറിനെതിരെ തികച്ചും അപ്രതീക്ഷിതമായി ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൽ ഖത്തർ ആഭ്യന്തര സുരക്ഷാ വിഭാഗത്തിലെ ലഖ്വിയയിലെ ഉന്നത ഉദ്യോഗസ്ഥനുൾപ്പെടെ 6 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. ഇത് ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമല്ല, ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ മുഴുവൻ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. അതുപോലെ തന്നെ തൊട്ടു പിന്നാലെ അറബ് ലീഗ് യോഗം ചേർന്ന് ഈ വിഷയത്തിൽ ഖത്തറിന്റെ പ്രതിഷേധം, അതുപോലെ തന്നെ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ പ്രതിഷേധമൊക്കെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെ തന്നെ ഖത്തർ ഇക്കാര്യത്തിൽ വലിയ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അന്താരാഷ്ട്ര കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇന്ന് വാഷിംഗ്ടണിൽ നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള ചർച്ചയ്ക്കിടെ ഖത്തർ പ്രധാനമന്ത്രിയെ നെതന്യാഹു ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ട് ഖത്തറിനെതിരെ ഉണ്ടായ ആക്രമണത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ള വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം പുറത്തുവിട്ടത്. അൽ ജസീറ ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെല്ലാം ഈ വാർത്തകൾ നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഖത്തറിന്റെ ഭാഗത്ത് നിന്നും ഔദ്യോഗികമായ ഒരു വിശദീകരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകളോ ഉണ്ടായിട്ടില്ല. എന്തായാലും ഇന്നിനി നടക്കാൻ പോകുന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിന് ശേഷം, നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള വാർത്താ സമ്മേളനത്തിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട ഖത്തറിന്റെ ഔദ്യോഗികമായ പ്രസ്താവനകൾ എന്തെങ്കിലും ഉണ്ടാവുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രജിത്, ശരി. അൻവർ പാലേരിയാണ് ദോഹയിൽ വിശദാംശങ്ങൾ പങ്കുവച്ചത്. അൻവർ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ആ വാർത്താ സമ്മേളനം, സംയുക്ത വാർത്താ സമ്മേളനം, ബെഞ്ചമിൻ നെതന്യാഹുവും ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചേർന്ന് നടത്തുന്ന വാർത്താ സമ്മേളനം ന്യൂയോർക്കിൽ ഇപ്പോൾ നടക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നു. കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചു വരുന്നതേ ഉള്ളൂ. എന്തെങ്കിലും സമാധാന നീക്കങ്ങൾ, നടപടികൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. സൗദിയിൽ വിസിറ്റ് വീസക്കാർക്ക് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ അനുമതി. വിസിറ്റർ ID ഉപയോഗിച്ച് അക്കൗണ്ട് തുറക്കാമെന്ന് സെൻട്രൽ ബാങ്ക് അറിയിച്ചു. വിദേശ സന്ദർശകരെ സൗദിയിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ നീക്കം. സൗദി സെൻട്രൽ ബാങ്കായ സാമയാണ് ബാങ്കിംഗ് നിയമത്തിലെ സുപ്രധാനമായ മാറ്റത്തെക്കുറിച്ച് അറിയിച്ചത്. വിസിറ്റ് വിസയിൽ സൗദിയിലെത്തുന്നവർക്ക് സൗദിയിലെ ബാങ്കുകളിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കും. സൗദി ആഭ്യന്തര മന്ത്രാലയം ഇഷ്യൂ ചെയ്യുന്ന ഡിജിറ്റൽ ID ഉപയോഗിച്ച് രാജ്യത്തെ ഏത് ബാങ്കിലും അക്കൗണ്ട് തുറക്കാം. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ഇഷ്യൂ ചെയ്യുന്ന ID-യാണ് ഉപയോഗിക്കേണ്ടത്. സൗദിയിലെ ടൂറിസം മേഖലയെയും ബാങ്കിംഗ് മേഖലയെയും ശക്തിപ്പെടുത്താനും കൂടുതൽ വിദേശ സന്ദർശകരെ സൗദിയിലേക്ക് ആകർഷിക്കാനും ഈ നിയമം കാരണമാകുമെന്നാണ് പ്രതീക്ഷ. ഡിജിറ്റൽ ID ഉപയോഗിച്ച് സന്ദർശകർക്ക് സൗദിയിലെ സ്റ്റോക്ക് മാർക്കറ്റിൽ വ്യാപാരം നടത്താമെന്ന് നേരത്തെ ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റി അറിയിച്ചിരുന്നു. വിദേശ ടൂറിസ്റ്റുകളെ സൗദിയിലേക്ക് ആകർഷിക്കാൻ നിരവധി പദ്ധതികളാണ് സൗദി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 24 ജിദ്ദ. ഈജിപ്തിലെ പുരാതന ശിലാനിർമ്മിതികളായ പിരമിഡുകൾ ഇന്നും ലോകമെമ്പാടുമുള്ള സന്ദർശകരുടെ പ്രധാന ആകർഷണമാണ്. പൗരാണിക ഈജിപ്തിന്റെ മായാമുദ്രകളായി കാലത്തെ അതിജീവിക്കുന്ന ഈ നിർമ്മിതികൾ പുരാവസ്തു ഗവേഷകരെയും ചരിത്രകാരന്മാരെയും നൂറ്റാണ്ടുകളായി ഈ മേഖലയിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. കെയ്റോവിലെ പിരമിഡുകളുടെ നഗരമായ ഗിസ പിരമിഡ് സമുച്ചയത്തിൽ നിന്നും അൻവർ പാലേരി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണിനി. സഹാറ മരുഭൂമിയുടെ ഭാഗമായ പടിഞ്ഞാറൻ മരുഭൂമിയിൽ ജലസാന്നിധ്യം കുറഞ്ഞ ഗിസ, ലിഷ്ടിക് എന്നീ പ്രദേശങ്ങളിൽ മാത്രം 30ഓളം പിരമിഡുകളാണ് വിനോദസഞ്ചാരികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നത്. കെയ്റോ നഗരത്തിൽ നിന്ന് 30 മിനിറ്റ് സഞ്ചരിച്ചാൽ 3 പിരമിഡുകൾ തലയുയർത്തി നിൽക്കുന്ന ഗിസ പിരമിഡ് സമുച്ചയത്തിൽ എത്തിച്ചേരാം. ഗിസ നെക്രോപോളിസ് എന്നുകൂടി അറിയപ്പെടുന്ന ഈ സമുച്ചയം ഗ്രേറ്റ് പിരമിഡ്, ഖഫ്രൈ പിരമിഡ്, മെൻകൗറ പിരമിഡ് എന്നിവ ഉൾപ്പെട്ടതാണ്. പുരാതന ഈജിപ്തിലെ 4ാം രാജവംശത്തിന്റെ കാലത്ത് ക്രിസ്തുവിന്
മുമ്പ് ഏകദേശം 2600-നും 2500-നും ഇടയിലുള്ള കാലയളവിലാണ് ഇവ നിർമ്മിക്കപ്പെട്ടതെന്നാണ് ചരിത്രം. ഫറോവമാരുടെയും അവരുടെ ഭാര്യമാരുടെയും ശവകുടീരങ്ങൾക്കായി പണികഴിപ്പിച്ച ഈ പിരമിഡുകൾ കാണാൻ നൂറുകണക്കിന് സഞ്ചാരികളാണ് ഓരോ ദിവസവും ഈ പിരമിഡ് സിറ്റിയിൽ വന്നിറങ്ങുന്നത്. കുതിരപ്പുല്ലും ചാണകവും മണക്കുന്ന ഈ പുരാതന നഗരത്തിലെ ഓരോ മനുഷ്യനും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിച്ചേരുന്ന വിനോദസഞ്ചാരികൾക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. പിരമിഡിന് ചുറ്റും കുതിരവണ്ടിയിൽ വലം വെക്കാൻ സന്ദർശകരെ ക്ഷണിച്ചുകൊണ്ട് വിലപേശുന്ന കുതിരക്കാരും കുട്ടികളും ഭിക്ഷാടകരും ഉൾപ്പെടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഏതോ കാലത്ത് നിന്നും പറിച്ചു നടപ്പെട്ടതാണെന്ന് തോന്നുന്ന തരത്തിലാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും. പിരമിഡുകളുടെ നിർമ്മാണം ചരിത്രത്തിലെ വലിയ ചർച്ചകൾക്കുള്ള വിഷയവും ഏകദേശം 4500 വർഷങ്ങൾക്ക് മുൻപ് ഇത്രയും വലിയ മഹാസൃഷ്ടികൾ സാധ്യമാക്കാൻ എങ്ങനെ ഈജിപ്തുകാർക്ക് സാധിച്ചു എന്നതും ഇന്നും ഉത്തരമില്ലാത്ത സമസ്യകളായി തന്നെ അവശേഷിക്കുന്നു. പ്രാചീന കാലഘട്ടത്തിൽ നൈൽ നദി ഏതോ പിരമിഡുകൾക്ക് സമീപത്തായി ഒഴുകിയിരിക്കാമെന്നും അല്ലെങ്കിൽ ഇതുവഴി ഒഴുകിയിരുന്ന നൈലിന്റെ ഏതോ കൈവഴി പിന്നീട് വറ്റിപ്പോയതായിരിക്കാം എന്ന സാധ്യതകളും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഏകദേശം 64 കിലോമീറ്റർ നീളമുള്ളതായിരുന്നുവത്രേ ഈ നദി. പിരമിഡ് എന്നർത്ഥമുള്ള അഹ്റാമത്ത് എന്നാണ് ഈ പ്രാചീന നദിക്ക് ശാസ്ത്രജ്ഞർ പേരിട്ടിരിക്കുന്നത്. അറബ് ലോകത്തെ എല്ലാ രാഷ്ട്രീയ കൊടുങ്കാറ്റുകളെയും അതിജീവിച്ച് പിരമിഡുകളുടെ നഗരം ഇപ്പോഴും സഞ്ചാരികളെ ആകർഷിക്കുകയാണ്. കൈറോവിൽ നിന്നും 36 കിലോമീറ്റർ അകലെയാണ് ഈജിപ്തിലെ ഈ പുരാതന നഗരം സ്ഥിതി ചെയ്യുന്നത്. കൈറോവിലെ പിരമിഡുകളുടെ നഗരത്തിൽ നിന്നും അൻവർ പാലേരി. ഫ്ലവേഴ്സ് അക്കാഫ് പൊന്നോണ കാഴ്ചയ്ക്ക് ആവേശ കൊടിയിറക്കം. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന പരിപാടി കാണാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. കേരളത്തിന് വെളിയിലുള്ള ഏറ്റവും വലിയ ഓണാഘോഷം. അത്തരത്തിലൊരു ഓണാഘോഷത്തിനാണ് ദുബായ് വേദിയായത്. ഫ്ലവേഴ്സ് അക്കാഫ് പൊന്നോണ കാഴ്ച. രാവിലെ 8 മണിയോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. ജീവിതത്തിലെ ഏറ്റവും ചലനാത്മകവും വർണ്ണശബളവുമായ ഒരു ചരിത്രകാലമാണ് ഓരോരുത്തർക്കും ക്യാമ്പസ് ലൈഫ് എന്ന് പറയുന്നത്. ആ ഓർമ്മകളെ പൂക്കളാക്കി മനസ്സിൽ വിരിയിച്ച് പൂക്കളങ്ങൾ ഇടുന്നു എന്നതാണ് ഈ പൂക്കള മത്സരത്തിന്റെ. നിങ്ങൾ നോക്കൂ, ഓരോ കളങ്ങൾ തന്നെ ഓരോ ക്യാമ്പസുകളാണ്. ആ ഓരോ ക്യാമ്പസുകളുടെയും ഭംഗി ആ ഓരോ കളങ്ങൾക്കുമുണ്ട് എന്നതാണ് വാസ്തവം. ഫ്ലവേഴ്സ് അക്കാഫ് പൊന്നോണ കാഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം ഇവിടെ ഒരുക്കുന്ന സദ്യ തന്നെയാണ്. ഞങ്ങൾ ഇവിടെ 28 ഐറ്റംസ് ഉണ്ട്. ഓണസദ്യ ഞങ്ങൾ ട്രഡീഷണലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്. ഇപ്പം ഞങ്ങൾ 3000 പേരെയാണ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങളത് വളരെ ഭംഗിയായിട്ട് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി മുനിസിപ്പാലിറ്റിയുടെ കെയർ ഓഫിൽ തന്നെ അത് ചെയ്ത് വളരെ ഭംഗിയാക്കാനാണ് ഞങ്ങളെല്ലാവരെയും കൂടെ ശ്രമിക്കുന്നത്. ഞങ്ങൾ ടീം വർക്കാണ്. വൈകിട്ട് നടന്ന സാംസ്കാരിക സദസ്സിൽ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ, 24 ന്യൂസ് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ, ചലച്ചിത്ര താരം ഷെയ്ൻ നിഗം എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. തുടർന്ന് കെ സരിശങ്കർ, ചിന്മയ് ശ്രീപാദ, സ്റ്റീഫൻ ദേവസി എന്നിവരുടെ നേതൃത്വത്തിലുള്ള ബാൻഡിന്റെ സംഗീത നിശയും ദീപ്തി സതി, പാരീസ് ലക്ഷ്മി എന്നിവരുടെ നൃത്തശില്പവും ആഘോഷത്തിന് മാറ്റുകൂട്ടി. 24 ദുബായ്. എന്തായാലും അമേരിക്കയിൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും സംയുക്ത വാർത്താ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ആദ്യം ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് വി ആർ അറ്റ് എ മിനിമം വെരി ക്ലോസ് ആൻഡ് ഐ തിങ്ക് വി ആർ ബിയോണ്ട് വെരി ക്ലോസ് എന്നാണ്. അത് ഗസയിലെ ഈ വെടിനിർത്തൽക്കാരുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്തുണ്ടാകുന്ന ഇന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള ആദ്യ പ്രതികരണം ആ രീതിയിൽ തന്നെയാണ്. പക്ഷേ അതിൽ പുതുമയുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കില്ല എന്ന് തന്നെ പറയാം. കാരണം ഇത്തരം കാര്യങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില നിർദ്ദേശങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനി പലസ്തീനുമൊപ്പം ഇസ്രയേലും അംഗീകരിക്കണം, അല്ലെങ്കിൽ ഹമാസും അംഗീകരിക്കണം എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ അടുത്ത് തന്നെ ഈ വെടിനിർത്തൽ ഉണ്ടാകും എന്ന രീതിയിലുള്ള പ്രതികരണം ആദ്യ മണിക്കൂറിൽ ഇപ്പോൾ പുറത്തു വരികയാണ്.
മറ്റു റിപ്പോർട്ടുകളിലേക്ക്. സംസ്കൃതി ഖത്തറിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച സാഹിത്യോത്സവം സമാപിച്ചു. വക്രയിലെ DPSMIS സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കേരളത്തിൽ നിന്നുള്ള പ്രമുഖ എഴുത്തുകാരും മാധ്യമപ്രവർത്തകരും വിവിധ സെഷനുകളിൽ സംസാരിച്ചു. മൺമറഞ്ഞ മലയാള സാഹിത്യത്തിലെ തലയെടുപ്പുള്ള എഴുത്തുകാരുടെ ചിത്രങ്ങളാൽ അലങ്കരിച്ച വേദിയിൽ 3 ഘട്ടങ്ങളായാണ് പ്രവാസി സമൂഹത്തിന്റെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ സാഹിത്യോത്സവവും അനുബന്ധ പരിപാടികളും നടന്നത്. രാവിലെ നടന്ന ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച കവിത, കഥ, ഉപന്യാസ മത്സരങ്ങൾ ഭാവി തലമുറയുടെ സർഗചൈതന്യം വെളിപ്പെടുത്തുന്ന പ്രത്യാശയുടെ വേദിയായി മാറി. പ്രവാസി വനിതകളുടെ സർഗാനുഭവങ്ങളും സാഹിത്യചിന്തകളും കാഴ്ചപ്പാടുകളും പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു തുടർന്ന് നടന്ന പ്രവാസം, സ്ത്രീ, എഴുത്ത് എന്ന വിഷയത്തിലുള്ള സെഷൻ. എഴുത്തുകാരികളായ ഷീല ടോമി, ഷമീന ഹിഷാം, സ്മിത ആദർശ് എന്നിവർ പങ്കെടുത്തു. തുടർന്ന് വളരുന്ന മലയാള സാഹിത്യ ലോകം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന സെമിനാറിൽ മലയാള നോവലിന് പുതിയ ഭാവുകത്വം നൽകിയ സുഭാഷ് ചന്ദ്രൻ, ഷീല ടോമി, കവി PN ഗോപികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. തങ്ങളുടെ സൃഷ്ടികളുടെ പിറവിയും എഴുത്തു രീതികളും അനുഭവങ്ങളും വിവരിച്ച സെമിനാർ പ്രവാസി എഴുത്തുകാർക്കും സദസ്സിനും വേറിട്ട അനുഭവമായി. വർത്തമാനകാലത്തെ മാധ്യമ സംസ്കാരവും കാഴ്ചപ്പാടുകളും വ്യക്തമാക്കിക്കൊണ്ടുള്ള സെഷനിൽ മാധ്യമപ്രവർത്തകരായ MV നികേഷ് കുമാർ, ശരത് ചന്ദ്രൻ, ഷാനി പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സംസ്കൃതി പ്രസിഡന്റ് സാബിത് അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ വിശിഷ്ടാതിഥികൾക്കുള്ള സംസ്കൃതി ഉപഹാരങ്ങൾ ഭാരവാഹികൾ കൈമാറി. സംസ്കൃതി കേന്ദ്ര കമ്മിറ്റി അംഗം സിനി അപ്പുവിന്റെ കവിതാ സമാഹാരം കവിതാ തുമ്പികൾ സുഭാഷ് ചന്ദ്രൻ PN ഗോപികൃഷ്ണന് നൽകി പ്രകാശനം നിർവഹിച്ചു. സാഹിത്യ മത്സരത്തിലെ വിജയികൾക്ക് സുഭാഷ് ചന്ദ്രൻ, ഷീല ടോമി, PN ഗോപികൃഷ്ണൻ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. കഥാരചനയിലും കവിതാരചനയിലും ഭവൻസ് പബ്ലിക് സ്കൂളിലെ സാൻസി ബിജീഷും ഉപന്യാസത്തിൽ പൊടാർ പേൾ സ്കൂളിലെ നശ്വ ഇബ്രാഹിമും വിജയികളായി. സംസ്കൃതി സ്ഥാപക നേതാക്കളും മുൻ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. സംസ്കൃതി ആർദ്രനിലാവ് കവിതാലാപന മത്സരത്തിലെ വിജയികൾ കവിതകൾ ആലപിച്ചു. ചടങ്ങിൽ സംസ്കൃതി ജനറൽ സെക്രട്ടറി ഷംസീർ അരിക്കുളം സ്വാഗതവും സാഹിത്യ വിഭാഗം കൺവീനർ ശ്രീനാഥ് ശങ്കരൻകുട്ടി നന്ദിയും രേഖപ്പെടുത്തി. അൻവർ പാലേരി, 24 ദോഹ. സൗദി അറേബ്യയിലെ ഹായിലിൽ നവോദയ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. 1 വർഷം നീണ്ടുനിൽക്കുന്ന വാർഷിക പരിപാടികളുടെ ഭാഗമായിട്ടായിരുന്നു ആഘോഷം. കുട്ടികളുടെ കലാപരിപാടികളും കായിക മത്സരങ്ങളും നടന്നു. നവോദയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ജസീൽ കുന്നക്കാവ്, ഹർഷദ് കോഴിക്കോട്, സോമരാജ്, സമീർ ആറ്റിങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സൗദിയിലെ ബുറൈദയിൽ ഈശൽ ബുറൈദയുടെ ആഭിമുഖ്യത്തിൽ മെഗാ വടംവലി മത്സരം സംഘടിപ്പിച്ചു. ഓണാഘോഷങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു പരിപാടി. വനിതാ വടംവലി മത്സരത്തിൽ പവർ ഏഞ്ചൽസ് 1ാം സ്ഥാനവും തറവാട് കൂട്ടായ്മ 2ാം സ്ഥാനവും നേടി. മെഗാ വടംവലിയിൽ കനിബ് റിയാദ് 1ാം സ്ഥാനവും KSV റിയാദ് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. റെഡ് അറേബ്യ 3ഉം ആഹ സെവൻസ് ദമാം 4ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. വനിതാ കോർഡിനേറ്റർമാരായ ജിഷു, നിബി, റിയ എന്നിവർ ചേർന്ന് ട്രാക്ക് ഉദ്ഘാടനം നിർവഹിച്ചു. സാജിദ് കോഡൂർ, അനീഷ് പള്ളിമുക്ക്, സിദ്ദിഖ് അഴൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സൗദി അറേബ്യയിലെ ബുറൈദയിൽ കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ കുടുംബസംഗമം സംഘടിപ്പിച്ചു. ലഗസി നൈറ്റ് 2025 എന്ന പേരിൽ നടന്ന പരിപാടിയിൽ കുട്ടികളുടെ കലാപരിപാടികളും കായിക മത്സരങ്ങളും അരങ്ങേറി. KCF ജുബൈൽ ടീമിന്റെ ദഫ്മുട്ട് ഖവാലിയും ഉണ്ടായിരുന്നു. ജാഫർ സഖാഫി ഉദ്ഘാടനം ചെയ്തു. അനസ് അമാനി പുഷ്പഗിരി മുഖ്യ പ്രഭാഷണം നടത്തി. അബ്ദുൽ ഖാദർ കണ്ണങ്കാർ സ്വാഗതം പറഞ്ഞു. വെൽക്കം ബാക്ക്. ഗൾഫ് ഫോക്കസ് തുടരുകയാണ്. ഗസയിലെ സമാധാനത്തിനായി 20 നിർദ്ദേശങ്ങളുമായി അമേരിക്ക. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിർണായക പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ ട്രംപ്. വാർത്താ സമ്മേളനത്തിൽ നെതന്യാഹുവും പങ്കെടുക്കുന്നുണ്ട്. സമാധാന ശ്രമങ്ങളുടെ ചരിത്ര ദിനം എന്നാണ് ട്രംപിന്റെ വിശദീകരണം. These are the people that we've been dealing with and who've been actually very much involved in this negotiation, giving us ideas, things they can live with, things they can't live with. Pretty complex. I mean, after 2,000, 3,000 years, whatever it is, I guess it's got to be a little complex, or it would have been done a long time ago. The King of Jordan was with us, as you know, in the United Nations. The President of Turkey, President Erdogan, is a friend of mine, a strong man, but a good man. President of Indonesia, somebody who's an amazing leader, Prabowo. He is an amazing leader and respected by everybody. He was in the room with us. We were together with most of these people that I'm mentioning. Others were by phone or the next day. The Prime Minister and the Field Marshal of Pakistan, they were.
യെസ്, ട്രംപിന്റെയും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും സംയുക്ത വാർത്താ സമ്മേളനം ഇപ്പോഴും തുടരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ US പ്രസിഡന്റ് എടുത്ത നിലപാടുകളിൽ നിന്നും ചില മാറ്റങ്ങൾ വരുത്തിയാണ് പുതിയ 20 നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് എന്ന സുപ്രധാന വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പലസ്തീനിയൻകാർക്ക് ഗസ സ്ട്രിപ്പിൽ തുടരാം, ഗസ മുനമ്പാഭാഗങ്ങളിൽ തുടരാം എന്നൊരു കാര്യം ട്രംപ് പറയുന്നു. അതിന് ആരുടെയും എതിർപ്പുണ്ടാകില്ല എന്ന് പറയുമ്പോൾ നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയിൽ അത്തരം കാര്യങ്ങളിൽ തീരുമാനമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലസ്തീനിയൻകാർക്ക് അവിടെ കഴിയാം, കൂടുതൽ ബെറ്റർ ആയുള്ളൊരു ഗസയെ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് അവിടെ ഇനി തുടർന്ന് താമസിക്കാം എന്ന് പറയുമ്പോൾ അത് സമാധാനത്തിനുള്ള ഒരു ആഹ്വാനമായി നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ ഡീൽ 20 നിർദ്ദേശങ്ങൾ ഹമാസ് കൂടി അംഗീകരിക്കേണ്ടതുണ്ട് എന്ന കാര്യം കൂടി ഇപ്പോൾ ഇവിടെ സുപ്രധാനമാണ്. ഒപ്പം തന്നെ അത് അംഗീകരിക്കുന്നില്ല എങ്കിൽ തന്റെ പൂർണ്ണ പിന്തുണ ഇസ്രായേലിനൊപ്പമായിരിക്കുമെന്ന് കൂടി അമേരിക്കൻ പ്രസിഡന്റ് സൂചിപ്പിക്കുന്നുണ്ട്. തത്സമയ വാർത്താ സമ്മേളനത്തിലേക്ക്. And I don't think Biden knew anything about it, though. I don't think he knows anything about it now, actually, if you ask him. He'd say, what is that? And we obliterated Iran's nuclear enrichment capacity, making it impossible for them to have a nuclear weapon, which they would have had probably in about 2 months from that. But I've never asked Israel to compromise its security, but we had big, strong talk. Nobody's been better to Israel. No president's been better to Israel than Donald Trump. But we had a long, strong talk, Bibi and I, and he understands it's time. It's time. History has shown. And the people of Israel want it. And the people of the Middle East want it. The people of enemies of Israel want it. But they don't have really too many enemies right now. And you know what? Many countries have gained great respect for Israel, for the way they fight, for the job they do, including me. I had respect anyway, but they gained respect. History has shown us that those who have relations with Israel have thrived, while those who have devoted resources and attention toward the destruction and even annihilation of Israel have languished. They haven't done well. Israel is not going anywhere. They're going to coexist with other people and countries in the region, from Syria to Lebanon to Saudi Arabia. The promise of a new Middle East is so clearly within our reach. This is the closest we've ever come to real peace, not fake peace, not political fool's peace. If we can get this difficult problem solved, the opportunities for all within that vast region of this world, it's a vast region, it's unlimited. The Abraham Accords show that all countries are better off when they communicate and work together. യെസ്, മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മധു, ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ എന്താണ് അടുത്ത നീക്കങ്ങളെന്ന് പുതിയ നിർദ്ദേശങ്ങൾ എന്നിപ്പോൾ വിശദീകരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഗസയിൽ സമാധാനം പുലരണം, അതിനായുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. 20 നിർദ്ദേശങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗസ വിട്ടിനി പലസ്തീൻകാർ ഓടിപ്പോകേണ്ടതില്ല എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മുന്നോട്ട് വെക്കുന്നു. നേരത്തെയുള്ള നിലപാടിൽ നിന്നും ഒരു പിന്നോട്ട് പോക്ക് ആണ് അതെന്ന് പറയാം. അതിന് ബെഞ്ചമിൻ നെതന്യാഹു ഓക്കെ പറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഹമാസ് കൂടി ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട്, എങ്കിൽ മാത്രമായിരിക്കും പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു സമാധാനം ഉണ്ടാവുക. എന്താണ് നിലവിലെ വാർത്താ സമ്മേളനത്തിന്റെ പുരോഗതി? അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു? ഒപ്പം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കുവാൻ ലോകത്തെ പ്രമുഖ നേതാക്കളെ എല്ലാം ന്യൂയോർക്കിൽ എത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും എത്തിയത്. ഒരു 20 പോയിന്റ് പീസ് പാക്കേജാണ് ഗസയ്ക്ക് വേണ്ടി ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ ഭരണകൂടവും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് വന്ന പല നേതാക്കളുമായിട്ട് അവർ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. അതുമാത്രമല്ല, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തൻ US പ്രതിനിധി കൂടിയായ സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ അദ്ദേഹത്തിന്റെ മരുമകൻ ജാരഡ് കുഷ്ണറും നെതന്യാഹുവുമായി തുടർച്ചയായിട്ട് ചർച്ചകൾ നടത്തി. ഈ 20 പോയിന്റ് പീസ് പാക്കേജിന്റെ പ്രാഥമിക റൗണ്ട് ചർച്ചകൾ നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ വൈറ്റ് ഹൗസിൽ നെതന്യാഹു എത്തിയിരിക്കുന്നത്. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, വന്ന ഉടൻ തന്നെ ഖത്തർ ഭരണകൂടത്തിനെ നേരിട്ട് ഡൊണാൾഡ് ട്രംപ് വിളിച്ച് നെതന്യാഹുവിനെ കൊണ്ട് ക്ഷമ പറയിപ്പിച്ചു. അതുമാത്രമല്ല, ഇനി ഖത്തറിനെ ആക്രമിക്കില്ല എന്നുള്ള ഉറപ്പും വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് ഈ ചർച്ചകൾ
ആരംഭിച്ചത്. ഈ 20 പോയിന്റ് പീസ് പാക്കേജ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇത് ഗസയിലെ മാത്രം ഒതുങ്ങുന്ന ഒരു ചെറിയ സമാധാനമല്ല, പശ്ചിമേഷ്യയിലെ ഒരു വലിയ സമാധാനത്തിന്റെ ചെറിയൊരു ഘടകം മാത്രമാണ്. ഈ കരാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ 72 മണിക്കൂറിനുള്ളിൽ ഹമാസ് ഇപ്പോൾ തടങ്കലിലുള്ള മുഴുവൻ ബന്ദികളെയും ജീവനോടെയും അല്ലാതെയും ഉള്ള ആൾക്കാരെ വിട്ടുകൊടുത്തിരിക്കണം. അത് മാത്രമല്ല ഹമാസിനെ പൂർണ്ണമായിട്ട് ഡീകമ്മീഷൻ ചെയ്യുമെന്ന് ഈ 20 പോയിന്റിൽ പറയുന്നുണ്ട്. ഹമാസ് അവിടെ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഹമാസ് നിർമ്മിച്ചിരിക്കുന്ന ടണലുകൾ, അതുപോലെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നശിപ്പിച്ചു കളയും. ഇവിടെ ലോക്കൽ പോലീസിനെ ഏൽപ്പിക്കും. അതുപോലെ ഒരു ട്രാൻസിഷൻ അതോറിറ്റി ആയിരിക്കും ഇതിന്റെ തലപ്പത്തേക്ക് വരുന്നത്. ഗാസ റീഡെവലപ്പ് ചെയ്യും. അതുപോലെ ഒരു ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന ഒരു സംഘടന പോലെ ഉള്ള ഒരു ബോർഡിന് രൂപം കൊടുക്കും. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അതിന്റെ തലപ്പത്തേക്ക് ഡൊണാൾഡ് ട്രംപ് വരണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹമെന്ന് പറയുന്നു. അത് അദ്ദേഹം പറഞ്ഞിട്ടില്ലെന്നും പറയുന്നു. ഇസ്രായേൽ സൈന്യം ഘട്ടം ഘട്ടമായിട്ട് ഗസയിൽ നിന്ന് പിൻവാങ്ങും. അത് മാത്രമല്ല ഈ 20 പോയിന്റ് പാക്കേജ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അംഗീകരിച്ചു എന്നാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. നെതന്യാഹു ഇനി സംസാരിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിന് അദ്ദേഹം നന്ദി പറയുകയും ചെയ്തു. അത് മാത്രമല്ല ഹമാസ് ഈ 20 പോയിന്റ് പീസ് പാക്കേജ് അവര് തള്ളിക്കളയുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേലിനെ സർവ്വശക്തിയും എടുത്ത് അമേരിക്ക പിന്തുണയ്ക്കും, ഹമാസിനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. അത് മാത്രമല്ല ട്രംപ് മിഡിൽ ഈസ്റ്റിലുള്ള ഭരണാധികാരിമാർക്ക് ടർക്കി, ഇന്തോനേഷ്യ, പാകിസ്ഥാന്റെ പേര് എടുത്തു പറഞ്ഞ് നന്ദി പറയുന്നു. യൂറോപ്പ് ഇവരെല്ലാം ഈ പാക്കേജിനെ അനുകൂലിക്കുന്നവരാണ്, ഇവരുടെ എല്ലാം പിന്തുണയുണ്ടെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. പാലസ്തീൻ അതോറിറ്റിയെ ഈ പറ്റി ഒന്നും പറയുന്നില്ല. അതായത് അവർക്ക് ഈ തുടർ ഭരണം അല്ലെങ്കിൽ ഗസയുടെ ഈ പാക്കേജ് പ്രകാരം എന്തെങ്കിലും ഒരു അധികാരം ഈ പാക്കേജിൽ പറയുന്നില്ല. അതുപോലെ പാലസ്തീൻ സ്റ്റേറ്റിനെ പറ്റിയും ഒന്നും ഈ പാക്കേജിൽ വിശദീകരിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഹമാസിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ഹമാസ് പറയുന്നത് ഹമാസുമായിട്ട് ഈ പാക്കേജ് ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. തന്നെയുമല്ല ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പല കാര്യങ്ങളും പല ചർച്ചകളിലും അവർ തള്ളിക്കളഞ്ഞതാണെന്നാണ് ഹമാസിന്റെ നിലപാട്. പ്രജിൻ, അതുതന്നെയാണ് അതിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മധു പറഞ്ഞു നിർത്തിയ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നേരത്തെ പരസ്യമായി തള്ളിപ്പറഞ്ഞ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ 20 നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ട്രംപ് പറയുന്ന കാര്യമുണ്ട്, ആ ഹമാസ് സ്വാഭാവികമായിട്ടും ഇതുമായി ഒത്തുപോകേണ്ടി വരും. ഇനി അങ്ങനെയല്ല എങ്കിൽ സ്വാഭാവികമായ നടപടി എന്ന രീതിയിൽ ഇസ്രായേലിനൊപ്പം നിൽക്കുകയും മറ്റെല്ലാ രാജ്യങ്ങളും ചേർന്ന് ഹമാസിനെ തുരത്തുകയും ചെയ്യും എന്ന കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഹമാസാണ് ഇനി മിണ്ടേണ്ടത്, ഹമാസാണ് നിലപാട് വ്യക്തമാക്കേണ്ടത്. എങ്കിൽ മാത്രമായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ലോകം പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സമാധാനം ഗസയിൽ ഉണ്ടാവുക എന്നല്ലേ മധു? തീർച്ചയായിട്ടും പ്രജിൻ, ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമാണ് ഏറ്റവും പ്രാധാന്യം. പക്ഷേ ട്രംപ് പറഞ്ഞ മറ്റൊരു കാര്യം നമ്മൾ കാണാതെ പോകരുത്. അതായത് ഹമാസ് ഈ 20 പോയിന്റ് പീസ് പാക്കേജ് തള്ളിക്കളയുകയാണെങ്കിൽ അമേരിക്ക സർവ്വശക്തിയും എടുത്ത് ഇസ്രായേലിനോടൊപ്പം ചേരും. അതായത് യുദ്ധത്തിൽ അമേരിക്ക പങ്കുചേരുക എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് വരികയാണ്. അപ്പൊ അതൊരു ഭീഷണിയാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല ട്രംപ് പറയുന്നത് പല രാജ്യങ്ങൾക്കും ഇസ്രായേലിനോട് താല്പര്യമുണ്ട്, അവരോട് ആദരവുണ്ട്. തന്നെ പോലെ ഇത്തരം രാജ്യങ്ങൾ ഉള്ളതിനെ പറ്റിയും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. അതായത് കുറെ രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടിയായിരിക്കും മുന്നോട്ടുള്ള പോക്ക് എന്ന് ട്രംപ് പറയാതെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പ്രജിൻ, യെസ്, എന്തായാലും മറ്റൊരു കാര്യം കൂടി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ട്രംപ് പറഞ്ഞതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഡീല് ഹമാസിന് അംഗീകരിക്കേണ്ടി വരും. മുൻപത്തെ പോലെയല്ല, ഹമാസിന്റെ പ്രധാനപ്പെട്ട പല നേതാക്കളും ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു, ഇസ്രായേൽ കൊലപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പുതിയ ഡീലുമായി മുന്നോട്ട് പോകാൻ ഹമാസ് തയ്യാറാകേണ്ടി വരും. അതിനുള്ള സാധ്യത കൂടുതലാണ് എന്നുകൂടി ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. വെൽക്കം ബാക്ക്. ഗൾഫ് ഫോക്കസ് തുടരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം സിനിമയിൽ സജീവമാകാൻ പോവുകയാണ് മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി. മറ്റന്നാൾ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയറ്റ് എന്ന സിനിമയുടെ ലൊക്കേഷനിലേക്കാണ് മമ്മൂട്ടി എത്തുക. ഹൈദരാബാദിലാണ് ഷൂട്ട്. 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം താരരാജാവ് തിരിച്ചെത്തുന്നു. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയറ്റ് എന്ന ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ ഹൈദരാബാദ് ഷെഡ്യൂളിലാണ് മമ്മൂട്ടി ആദ്യമെത്തുക. 1-ാം തീയതി മുതൽ അദ്ദേഹം ഷൂട്ടിംഗ് പുനരാരംഭിക്കുകയാണ്. ഇനി കുറച്ച് ദിവസം ഞങ്ങൾ ഹൈദരാബാദിലാണ്. അദ്ദേഹത്തിന്റെ ജോലികളാണ് ഇനി ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ബാക്കി നിൽക്കുന്നത്. അപ്പൊ എല്ലാവരും വളരെ ആവേശത്തിലാണ് അദ്ദേഹം തിരിച്ച് നമ്മുടെ ലൊക്കേഷനോട് വരുന്നത്. നിർമ്മാതാവ് ആൻഡോ ജോസഫ് ഫേസ്ബുക്കിലൂടെയാണ് മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് ആരാധകരെ അറിയിച്ചത്. മമ്മൂട്ടിയുടെ തിരിച്ചുവരവിൽ സന്തോഷമെന്ന് രമേശ് പിഷാരടി. മമ്മൂക്കയുടെ വരവ് ഒക്ടോബർ 1-ാം തീയതി അദ്ദേഹം ഹൈദരാബാദ് ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യും. മഹേഷ് നാരായണന്റെ ചിത്രത്തിന്റെ അവിടെ നിന്നും UK ഒരു 8-ാം തീയതി 9-ാം തീയതിയോടുകൂടിയൊക്കെ ഒരു UK-യിലാണ് അതിൻ്റെ തുടർന്നുള്ള ഷെഡ്യൂൾ കുറച്ച് ദിവസം. അതും കഴിഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങോട്ട് വരാനുള്ള പ്ലാൻ. ആസ് പെർ നൗ അതാണ് ഇപ്പോഴത്തെ പ്ലാൻ.
വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒക്ടോബർ 1-നാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുക. ഒരിടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് പാട്രിയറ്റ്. 24 കൊച്ചി. ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.